നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചല്ലേ? എന്തുകൊണ്ടെന്നറിയോ ഞാൻ ആ വീട്ടിലേക്ക് വരാത്തത്? ഞാൻ കാരണം നിന്റെ ജീവിതം തകരണ്ടെന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ തമ്മിലുണ്ടാക്കിയ കരാറൊക്കെ നീ മറന്നു. എന്നിട്ടും ഞാൻ നിന്നെ ഉപദ്രവിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ അവസ്ഥ ഒന്ന് വിഷ്ണു മനസ്സിലാക്ക്. കരാറൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ അത് നടപ്പിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. വിഷ്ണു അതെനിക്ക് തന്നേ പറ്റൂ. നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും ഞാൻ അനുഭവിക്കുന്ന പ്രയാസമൊക്കെ. വിഷ്ണു, എന്റെ അവസ്ഥ ഇവിടെ വളരെ മോശം. അങ്ങനെയൊക്കെ ആവാൻ കാരണം നീയല്ലേ? നിന്റെ പിടിവാശി കൊണ്ടല്ലേ ആ വീട്ടിലുള്ള എല്ലാവരും നിന്റെ ശത്രുക്കളായത്? നീ എന്തിനാ സിദ്ധാർത്ഥനെ കല്യാണം കഴിച്ചത്? ആ ബോധം നിനക്കുണ്ടായിരുന്നെങ്കിലേ ഒരിക്കലും ആ വീട്ടിലെ ആളുകളെ നീ ശത്രുക്കളാക്കില്ലായിരുന്നു. സത്യം പറ, നിനക്കിപ്പോ സിദ്ധാർത്ഥന ഇഷ്ടമല്ലേ? വിഷ്ണു തന്നെ ഇത് ചോദിക്കണം. എടീ, സ്നേഹമുള്ളിടത്തെ വഴക്കുണ്ടാവും. നീയും സിദ്ധാർത്ഥനും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാണെങ്കിൽ അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ. നീ സിദ്ധാർത്ഥനെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പൊന്നുമോളെ, പിന്നെ നിന്റെ നാശമായിരിക്കും. സിദ്ധാർത്ഥന്റെ ഒപ്പം ഒരിക്കലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ അതിനെ സമ്മതിക്കില്ല. എന്തിനാ വിഷ്ണു വെറുതെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? വിഷ്ണു ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി എനിക്കുണ്ട്. പക്ഷെ അതിപ്പോ ഇവിടെ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. നേരിട്ട് കാണുമല്ലോ, അപ്പൊ പറയാം. നേരിട്ട് കാണണം. അതിനാ ഞാനിപ്പോ നിന്നെ വിളിച്ചത്. സ്ഥലവും സമയമൊക്കെ ഞാൻ അറിയിക്കാം. നീ വരണം. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വിഷ്ണു, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ബാക്കിയൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ആരായിരുന്നടി കോളില്? എന്റെ ഒരു ബന്ധു. എന്തിനാ ബന്ധു വിളിച്ചത്? വിശേഷങ്ങൾ ചോദിക്കാൻ. എന്നിട്ട് അങ്ങനെയല്ലല്ലോ നീ സംസാരിക്കുന്നത് കേട്ടത്. എന്താ നിന്റെ ബന്ധുവിന്റെ പേര്? വിഷ്ണു. വിഷ്ണുവോ? ഈ വി എന്ന് പറയുന്നത് ഇനീഷ്യലാണോ? വിഷ്ണു. നീ എന്താടി പേടിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെന്താ നിന്റെ സ്വരത്തിനൊരു പതർച്ച? ഒന്നുമില്ല. വെറുതെ നുണ പറയണ്ട. വിഷ്ണു നിന്റെ ബന്ധുവൊന്നുമല്ല. പിന്നാരാ? അത് നിനക്കല്ലേ അറിയൂ. സത്യം പറ, ഞങ്ങൾ അറിയാതെ ഒരു ജീവിതം പണ്ട് നിനക്കുണ്ടായിരുന്നോ? നീ ഞങ്ങളെയൊക്കെ പറ്റിക്കുകയാണോ? ഒരിക്കലും ഇല്ല. ഞാനങ്ങനെ ചെയ്യൂ? നീ അങ്ങനെ ചെയ്യൂ. നീയേ ചെയ്യൂ. ഒന്ന് നീ ഓർത്തോ, എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴും. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാം. പിന്നെ ആരെയാടി നീ ഓരോന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കുന്നത്? ആ വിഷ്ണുവിനെ എന്റെ മുന്നിൽ വെച്ച് നിനക്ക് ഒന്നുകൂടെ ഒന്ന് വിളിക്കാൻ പറ്റൂ? എന്നിട്ടേ ആ ഫോൺ എന്റെ കയ്യിത്താ. ഞാൻ സംസാരിക്കാം അവനോട്. അപ്പൊ അറിയാലോ നീ പറഞ്ഞതാണോ ശരിയെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നീ നുണയാ പറഞ്ഞത്. നുണയായിട്ടൊന്നുമല്ല. എന്നെ വിശ്വാസം ഇല്ലെന്നല്ലേ അതിനർത്ഥം? എനിക്ക് ആരുടെ മുൻപിൽ സത്യം തെളിയിക്കണമെന്നൊന്നുമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ മിടുക്കിയാണല്ലോ നീ. എല്ലാ തവണയും അത് സാധിക്കണമെന്നില്ല. അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. കേട്ടോടി?